മറ്റുള്ള ഒരു യൂറോപ്യൻ രാജ്യവും റഷ്യയുമായിട്ട് മീഡിയേറ്റ് ചെയ്താൽ റഷ്യ കേൾക്കില്ല. റഷ്യയ്ക്ക് ആകെ പേടി അമേരിക്കയോട് മാത്രമേ ഉള്ളൂ. അപ്പം ഇതെങ്ങനെയെങ്കിലും നടന്നിട്ട് ബാക്കിയുള്ള ഫർദർ കാര്യങ്ങൾ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുക. ആദ്യം ഒരു സീസ് ഫയർ വരട്ടെ, അതിനുശേഷം ഫർദർ നെഗോഷിയേറ്റ് ചെയ്തിട്ട് എന്താണ് ഉക്രൈൻ്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അമേരിക്കയുമായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്താണ് തീരുമാനിക്കേണ്ടത്. പെട്ടെന്ന് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നാൽ റഷ്യ എന്ന് പറയുന്നത് ഈ ഡീലിൽ നിന്ന് പിന്മാറിപ്പോവും. എൻ്റെ ഒരു അസസ്മെൻ്റാണ്. അപ്പം അതിനേക്കാൾ ഉപരി ബേസിക്കലി ഇവിടെ തെറ്റുപറ്റിയിരിക്കുന്ന ഉക്രൈൻ പ്രസിഡൻറ്റിനാണ്, അവരുടെ ടീമിനാണ്. അവരുദ്ദേശിക്കുന്ന ഇമോഷണലി അമേരിക്ക ഇഷ്യൂ എടുക്കും. പക്ഷെ അമേരിക്ക ഇമോഷണലി ആ ഇഷ്യൂ എടുക്കത്തില്ല. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടി കൊടുത്ത എലക്ഷൻ വാഗ്ദാനമാണ് പീസ്ഫുള്ളായിട്ട് വാർ നിർത്തും, അതിനകത്ത് ആരെയും ശത്രുക്കളായിട്ട് കാണുന്നില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി വരാനുള്ള നല്ല ദിവസങ്ങൾ അമേരിക്കൻ ബിസിനസ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉത്തരവാദിത്വം സെയിം എന്ന് പറയുന്നത്. കാരണം ടാക്സ് പേയേഴ്സിന് പണം തിരിച്ചു കൊടുക്കണം, അമേരിക്കൻ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം, ഉക്രൈനിലുള്ള മിനറൽസ് അമേരിക്കയ്ക്ക് വേണം.